ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. MBOCയുടെ ഹാങ് ഓവർ തീരുന്നതിന് മുന്നേ തന്നെ അടുത്തൊരു പ്രോഗ്രാം കൂടെ നടക്കുകയാണ് കേട്ടോ. അതായത് ഒരു ട്രിപ്പ് പോവുകയാണ് ബുധനും വ്യാഴാഴ്ചയൊക്കെ ആയിട്ട്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഇപ്പോഴേ നടത്തണം, എങ്കിൽ മാത്രമേ ആ ഒരു ടൈമിൽ നടക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഡെയിലി വ്ളോഗിൽ കൂടെ നമ്മൾ ട്രാവൽ പോകുന്നതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്ന കുറച്ച് വീഡിയോസും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എടുക്കുന്നത് കേട്ടോ. ഇപ്പോഴേ വാങ്ങിയാലേ ട്രാവൽ പോകുന്ന സമയത്ത് എന്തൊക്കെ വേണം വേണ്ട എന്നുള്ള കാര്യത്തിലേക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ കുറേ നാളായി ലോങ് യാത്രയൊക്കെ പോയിട്ട്, ഒരു ദിവസത്തെ യാത്രയൊക്കെ പോയിട്ടുണ്ട്, ഒന്നിൽ കൂടുതൽ ദിവസത്തെ യാത്രയൊക്കെ പോയിട്ട് കുറേ നാളായി കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുക്കണം, മെഡിസിൻസും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് വേണം പോകാൻ. അപ്പോൾ ഇപ്പോഴേ ഓരോന്നായിട്ട് വാങ്ങിച്ചാൽ മാത്രമേ ആ ഒരു ടൈമിലും എന്തൊക്കെ വേണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനായിട്ടും പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങളിതാ പോവാണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ സമയത്ത് ഫുഡൊക്കെ വെക്കുകയാണ് കേട്ടോ. ദോശയും കറിയൊക്കെ വെക്കുകയാണ്. സാമ്പാറാണ് തോന്നുന്നു കേട്ടോ. ദോശയും സാമ്പാറാണ് കേട്ടോ. വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ സമയത്ത് തലമുടി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് ഞാൻ രാവിലത്തെ ആ ഒരു ടൈമിൽ തലമുടി ഇങ്ങനെ നൂത്തിട്ടിരുന്നത്. ഇപ്പോൾ കെട്ടി വെച്ചു കേട്ടോ. ഇനിയും പാചക സമയത്ത് നൂത്തിടാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ കെട്ടി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ കാപ്പിയെല്ലാം ഉണ്ടാക്കി അതുപോലെ ഉച്ചത്തുള്ള ഫുഡും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ചേട്ടൻ ഇന്ന് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. ജോലിക്ക് പോയിട്ട് വന്നിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് വേറൊരു യാത്ര കൂടെ ഉണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ ആഴ്ച ഞാനൊരു എൻ്റെ കൂടെ ജോലി ചെയ്ത ആൻറ്റിയുടെ അമ്മ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് പോയിട്ട് വേണം സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോകാനുള്ളത്. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വിഴിഞ്ഞത്തോട്ടാണ് പോകുന്നത് കേട്ടോ. അത് ബീനിയും സുമോദേട്ടനും വരുന്നുണ്ട് അവിടെ. അവർക്ക് ചെരുപ്പൊക്കെ വാങ്ങിക്കാനുണ്ട്, എനിക്കും വാങ്ങിക്കാനുണ്ട്. ഞങ്ങളും അങ്ങോട്ടാണ് പോകുന്നത്. ചേട്ടൻ എബിക്കൊക്കെ ഡ്രസ്സ് എടുക്കാനുണ്ട്, അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട്. രാവിലെ ഇതാ ചായയൊക്കെ ഇട്ട് കുടിച്ചതിന് ശേഷമാണ് പോകുന്നത്. രാവിലെ തന്നെ പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞ് കുക്കറിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ ചായ ഇടാൻ നിന്നത് കേട്ടോ. ആ ഒരു ടൈം കൊണ്ട് ചായ ആവുമല്ലോ, ആ ഒരു ടൈം കൊണ്ട് ദോശയും കറിയൊക്കെ ആവും. അതുകൊണ്ട് തന്നെ പച്ചക്കറിയെല്ലാം അരിഞ്ഞ് അടുപ്പത്ത് വിട്ടതിന് ശേഷമാണ് ചായ വെച്ചത് കേട്ടോ. ചായയും കുടിച്ചതിന് ശേഷം ചേട്ടൻ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി. ഞാൻ പിന്നെ ഉച്ചത്തേക്കുള്ള പരിപാടിയിലോട്ട് നിന്ന് കേട്ടോ. അപ്പം നെത്തോലി മീൻ പൊരിച്ചതും തോരനും മീൻ കറികളൊക്കെ ആയിട്ടാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, സമയം താമസിക്കും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കുള്ള ഒരു വീഡിയോസ് ഞാൻ എടുക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വൈകുന്നേരത്ത് വന്ന ഉടൻ തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുമായിരുന്നു കേട്ടോ. ചേട്ടൻ ഉച്ചയൊക്കെ സമയത്ത് എത്തി കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്ന് വിശ്രമിച്ചതിന് ശേഷമാണ് പോകാൻ ഇറങ്ങിയത്. അവിടെയും പോയിട്ട് നമ്മൾ രാത്രിയായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ബാലരാമപുരത്താണ്, കൈത്തറിയുടെ നാടാണല്ലോ ബാലരാമപുരം. അതുവഴിയാണ് ഞങ്ങൾ വന്നത് കേട്ടോ. ഫുൾ കൈത്തറി ഡ്രസ്സുകളാണ്, സെറ്റും മുണ്ടും സെറ്റും സെറ്റ് സാരി അങ്ങനെയൊക്കെയുള്ള ഇഷ്ടംപോലെ ഡ്രസ്സൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെയും വിഴിഞ്ഞത്തോട്ട് പോയി കേട്ടോ. അവിടെ ചെന്നിട്ടായിരുന്നു പിന്നെ ബാക്കി. ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചേട്ടനും എബിക്കും ഡ്രസ്സ് എടുക്കുന്ന ഈ ഒരു കടയിൽ വന്നിട്ടാണ്. നല്ല സൈസും നല്ല കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ടാണ് 2 പേർക്കും ഡ്രസ്സ് എടുത്തത്. അത് എബിക്കും പാൻറ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരെണ്ണം, ചേട്ടന് പാൻറ്റും ഷർട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. എബിക്ക് അമ്മ വീട്ടിൽ 2 ടീഷർട്ട് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അവന് വേറെ എടുക്കാത്തത് ഷർട്ടൊന്നും. ചേട്ടന് മാത്രം ഒരു ഷർട്ട് എടുത്തു, ഒരു പാൻറ് എടുത്തു. പിന്നെ ചേട്ടനും എബിക്കും ഒരു തൊപ്പി എടുത്തു, എനിക്ക് ഒരെണ്ണം എടുത്തു കേട്ടോ. ഇത് കുറേ നേരം ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. 2 പേരും മാറി മാറി ഇട്ട് നോക്കി. കാരണം ഒന്നും കറക്റ്റ് ആവുന്നില്ല. അതായത് ഇഷ്ടപ്പെടുമെങ്കിൽ ഇട്ട് വരുമ്പോഴത്തേക്ക് അതൊരു മാച്ചിങ് ആവുന്നില്ല. അതുകൊണ്ട് 2 പേരും മാറി കുറേ ഡ്രസ്സ് ഇട്ട് നോക്കിയതിന് ശേഷമാണ് എടുത്തത്. ചേട്ടൻ ഒരെണ്ണേ മാറി എടുത്തുള്ളൂ. അതും ഞാൻ നിർബന്ധിച്ചുകൊണ്ടാണ് പോയി മാറ്റിയിട്ട് നോക്കിയത്. ഇല്ലെങ്കിൽ അത് തന്നെ എടുത്തിട്ട് വരുന്നു, അത് എത്തത്തൂല്ലായിരുന്നു കേട്ടോ. അതിലും കുറച്ച് സൈസാണ് പിന്നീട് മാറ്റി വാങ്ങിയത്. എബി 2-3 എണ്ണം മാറി ഇട്ടു കേട്ടോ. അവനിത് ആ കാണുന്ന ജേഴ്സി പോലത്തെ ഡ്രസ്സാണ് അവന് ഇഷ്ടപ്പെട്ടത്. പക്ഷേ എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. അവൻ ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സാണ് അവന് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ അത് അവൻ വാങ്ങിത്തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷെ അതൊന്നും വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവൻ ജസ്റ്റ് ജീൻസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ ഒരു സ്പ്രേ, പിന്നെ ഒരു ക്യാപ്പ്, ഇത്രയും സാധനമാണ് അവന് വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ. അവനിങ്ങനെ അത് തന്നെ എടുത്ത് തരുമോ എന്നുള്ള ആഗ്രഹത്തിൽ അങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾ എടുത്തു കൊടുത്തില്ല. ചില ആഗ്രഹങ്ങളെല്ലാം ഞാൻ അവന് നേടിക്കൊടുക്കാറുണ്ട്. തീരെ നിർബന്ധം പിടിക്കുന്ന ഒരു കാര്യങ്ങൾ അങ്ങനെ നേടിക്കൊടുക്കാറില്ല. അവനത് ആവശ്യമാണ് എന്ന് തോന്നിയാൽ മാത്രമേ ഞാനത് വാങ്ങിക്കൊടുക്കുകയുള്ളൂ. അല്ലാതെ
അവൻ്റെ ആഗ്രഹങ്ങൾ മാത്രം നോക്കിയിട്ട് അവൻ്റെ അഭിപ്രായം കേൾക്കും, ഇഷ്ടമാണോ ഇല്ലെന്ന് കേൾക്കും എന്നല്ലാതെ അവന് ഇഷ്ടമുള്ളതേ വാങ്ങിക്കൊടുക്കുകയുള്ളൂ, അവൻ പറയുന്നതേ ഇടാൻ സമ്മതിക്കുകയുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴേ നമ്മുടെ ആഗ്രഹത്തിന് കൂടെ അവൻ വളർന്നു വരണം. നമ്മൾ പറയുന്നത് കൂടെ അനുസരിക്കണം, എങ്കിൽ മാത്രമേ കുറച്ചുകൂടെ വലുതായാൽ പോലും ചില കാര്യങ്ങളെങ്കിലും നമ്മൾ പറഞ്ഞാൽ അനുസരിക്കും. ഈ കുഞ്ഞു പ്രായത്തിലേ അവർ പറയുന്ന മാത്രം കാര്യങ്ങൾ കേട്ട് വാങ്ങിക്കൊടുക്കുകയും അവർ പറയുന്നത് കേട്ട് നമ്മൾ നിൽക്കാൻ നിന്ന ജീവിതകാലം മൊത്തം അങ്ങനെ നിൽക്കേണ്ടി വരും. അതെൻ്റെ മാത്രം അഭിപ്രായമാണ്, ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളാണ്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ആവശ്യത്തിന് കുഞ്ഞിലേക്ക് നമ്മൾ അഭിപ്രായം ചോദിക്കുക എന്നല്ലാതെ അവൻ്റെ ഇഷ്ടത്തിനേ വാങ്ങിക്കൊടുക്കുകയുള്ളൂ, അവൻ്റെ ഇഷ്ടത്തിനേ എല്ലാം ചെയ്യത്തുള്ളൂ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനെയല്ല. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാ ഡ്രസ്സുകളെല്ലാം വാങ്ങിച്ചതിന് ശേഷം രണ്ട് പേർക്കും ചെരുപ്പ് എടുക്കണം, കൂട്ടത്തിൽ എനിക്കും എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു ഷൂ ആണ് എടുത്തത് കേട്ടോ. തൊട്ടടുത്ത് തന്നെയായിരുന്നു ഷൂവിൻ്റെ കടയുണ്ടായിരുന്നു. ഞാനും അവിടെ കയറിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷൂ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ചെരുപ്പ് അവൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് ഞാൻ എടുത്തു കൊടുത്തത് കേട്ടോ. അവന് വേറെ സെലക്ഷനും അവന് അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ട്രാവൽ പോകുന്നതല്ലേ അത് വിചാരിച്ചിട്ട് അവന് കംഫർട്ടായിട്ടുള്ള ഒരു ചെരുപ്പ് തന്നെയാണ് വാങ്ങിച്ചു കൊടുത്തത്. കാരണം നമ്മൾ കാലിൽ എപ്പോഴും ഇട്ട് നടക്കുന്നതല്ലേ. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഷൂ എടുത്തിട്ട് കുറേ ഷൂ മാറി മാറി ഇട്ടതിന് ശേഷമാണ് ഒരെണ്ണം എടുത്തത്. അത് പക്ഷേ എനിക്ക് നന്നായിട്ട് ഇടാൻ പറ്റിയില്ല. അതൊക്കെ ആ ട്രാവൽ വ്ളോഗിൽ തന്നെ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ എന്താണെന്ന്. ഇത് കുറേ ചെരുപ്പുകൾ രണ്ടുപേരും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് സെറ്റ് ആവാത്തതുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത വേറൊരു കടയിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. ചൂട് കാരണം നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. വൈകുന്നേരം കുളിച്ചിട്ട് ഇറങ്ങിയത് എങ്കിൽ പോലും ഭയങ്കര ചൂടായിരുന്നു. എങ്ങനെയെങ്കിലും പെട്ടെന്ന് എല്ലാം സാധനങ്ങളെല്ലാം വാങ്ങിക്കഴിച്ചിട്ട് കുറച്ച് എന്തെങ്കിലും വാങ്ങി കുടിച്ചതിന് ശേഷം വീട്ടിലോട്ട് പോകണം. ചെരുപ്പൊന്നും സെറ്റായില്ല. അവന് ഈ ഒരു ചെരുപ്പാണ് സെറ്റായത്. എനിക്കൊരു ഷൂ ആണ് കേട്ടോ. എനിക്കത് എനിക്കിഷ്ടപ്പെട്ട് തന്നെയാണ് വാങ്ങിയത് കേട്ടോ. നല്ല ചെരുപ്പായിരുന്നു. പക്ഷേ ചേട്ടന് മാത്രം ഇങ്ങനത്തെ ഒരു ചെരുപ്പ്, ചേട്ടനത് വലുതായിട്ട് കാലിങ്ങനെ മൂടിക്കിടക്കണം, ഒരുപാട് ഇങ്ങനെ വള്ളികളൊക്കെ ഉള്ള ചെരുപ്പ്, അതാണ് ചേട്ടന് ഇഷ്ടം. ഷൂ കുറേ നേരം നോക്കി കേട്ടോ. ചേട്ടന് 2 ദിവസം ഇട്ടിട്ടായിരുന്നാലും പിന്നീട് എബിക്കിടാലെന്ന് കരുതിയിട്ട് ഷൂ നോക്കിയിട്ടുണ്ടായിരുന്നു. ഷൂ വാങ്ങിക്കാൻ ഞാൻ സമ്മതിച്ചില്ല. കാരണം നമ്മളൊരാൾക്ക് യൂസ് ചെയ്യാൻ വാങ്ങിക്കുമ്പോൾ അവർ തന്നെ ഉപയോഗിക്കണം. 2 ദിവസം ഉപയോഗിച്ചിട്ട് വേറെ ആൾക്ക് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനെ ആ ഒരു കണക്കിന് വാങ്ങിച്ചാൽ മതിയായിരുന്നല്ലോ. ഇതിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓരോരോ ബാഗുകളൊക്കെ നോക്കിയതാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട ഓരോ ബാഗുകളും ഞങ്ങൾ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ബാഗ് എടുത്ത് നോക്കിയിട്ടാണ് സെലക്ട് ചെയ്തെടുത്തത് കേട്ടോ. പിന്നീട് ഒരു ഷമാമിൻ്റെ ജ്യൂസ് വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ട് ആ സമയത്ത് അത് ചെരുപ്പ് കടയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാഗ് എടുക്കുന്ന കടയിൽ മാത്രമേ ബീനയും സുമോദേട്ടനും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കിയുള്ള ടൈമിലെല്ലാം നമ്മൾ സെപ്പറേറ്റ് പോയാണ് വാങ്ങിച്ചത്. അവർ വന്ന് താമസിച്ചു പോയി. പിന്നെ പിറ്റേ ദിവസത്തേക്ക് വേണ്ടി ബീഫും വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഡ്രസ്സൊക്കെ എടുക്കാൻ വന്ന കടയിൽ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ബീഫും ഒക്കെ ഉണ്ടായിരുന്നത്. അതും എല്ലാം വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ബീനയുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അത് എടുക്കാൻ വേണ്ടി ഞാൻ രണ്ടാമതും അവരുടെ വീട്ടിലോട്ടും പോയി. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് അങ്ങോട്ടും പോയത്. അവിടെ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വരുമ്പോൾ തന്നെ വീട് ഫുൾ അന്ധകാരം പിടിച്ച പോലെയാണ് കേട്ടോ. അപ്പോൾ ബീനയുടെ കടയിൽ നിന്ന സമയത്ത് ഒരു കുതിര പോകുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് അത് പതിയെയാണ് പോയത് കേട്ടോ. ഞാൻ സ്പീഡിന് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അത് പതിയെ ഇങ്ങനെ പോവായിരുന്നു കേട്ടോ. പിന്നെ കടയിൽ നിന്ന് കുറച്ച് സാധനം എടുത്തത് എനിക്ക് അവൾ മിഷീനിൽ ഒഴിക്കാൻ വേണ്ടി എണ്ണ വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് വാങ്ങിക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് വേണ്ടി അപ്പം ഉണ്ടാക്കാനായിട്ട് അരച്ചൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ പോയി കിടന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ട്രാവൽ പോകാനുള്ള കുറച്ച് സാധനങ്ങളും എൻ്റെ ഡെയിലി വ്ളോഗ്സും ആയിരുന്നു ഇന്നത്തെ വ്ളോഗിലുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. എല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ്സ് ഒന്നും വരുന്നില്ല ഇപ്പം. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.